KPCC DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഡൽഹിയിൽ നടക്കുകയായിരുന്നു. ചർച്ചകളിൽ സമവായം കാണാതായതിനെ തുടർന്ന് ഒരു ജംബോ പട്ടികയാണ് കോൺഗ്രസ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ പുനഃസംഘടനയ്ക്കായി നിലവിൽ തയ്യാറാക്കിയ ജംബോ പട്ടിക ചുരുക്കേണ്ടി വരുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിനായി മാനദണ്ഡം തയ്യാറാക്കാൻ നേതൃചർച്ച കേരളത്തിൽ തുടരും. ഇത്ര വലിയ പട്ടികയിൽ ഹൈക്കമാൻഡിന് താൽപര്യമില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങും. KR സാജു വിവരങ്ങൾ നൽകും. സാജു, ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ വലിയ സമവായമായിരുന്നില്ല. പക്ഷേ ഒരു ജംബോ പട്ടിക കൊണ്ടതിനെ മറികടക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പട്ടിക ഹൈക്കമാൻഡ് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതായത് കേരളത്തിൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരേണ്ടി വരും. ജിൽസി, അത്രയ്ക്കങ്ങ് ജംബോ വേണ്ടതില്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. കേരളത്തിലെ നേതാക്കൾ KPCC പുനഃസംഘടനയുമായി തയ്യാറാക്കിയ ഭാരവാഹി പട്ടിക വലിയ ജംബോ പട്ടികയായിരുന്നു. കാരണം വലിയ രീതിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിന് നിലവിലുള്ളതിനേക്കാൾ വലിയ രീതിയിൽ ഭാരവാഹികളുടെ എണ്ണം കൂട്ടി അതൃപ്തി ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ഒരു കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിന് ഒരു സെക്രട്ടറിക്ക് ചാർജ് നൽകുന്ന നിലയിൽ അത്രയധികം സെക്രട്ടറിമാരെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രാഥമികമായ പട്ടികയായിരുന്നു തയ്യാറാക്കപ്പെട്ടത്. അതിന്റെ കാരണം പല നേതാക്കളും തങ്ങൾക്ക് വേണ്ടപ്പെട്ട 60ഉം 70ഉം പേരുടെയൊക്കെ പേരുകളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് ഉള്ള പട്ടികയുടെ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ചർച്ചകൾ കേരളത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ജംബോ പട്ടിക ചുരുക്കണം, അതിനായി മാനദണ്ഡങ്ങൾ ണം. പക്ഷെ അതിന് അധികം ദിവസമൊന്നും അനുവദിക്കപ്പെട്ടിട്ടില്ല. 10-ാം തീയതിയോടുകൂടി ഈ പട്ടിക ചുരുക്കി കിട്ടണമെന്ന ആഗ്രഹമാണ് ഹൈക്കമാൻഡിനുള്ളത്. അതിനാൽ തന്നെ ഇന്ന് കേരളത്തിലേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മടങ്ങും. നാളെ അദ്ദേഹം എറണാകുളത്താണ് ഉണ്ടാകുക. എറണാകുളത്ത് എത്തുന്നതോടുകൂടി തന്നെ വീണ്ടും നേതാക്കളുമായുള്ള ആശയവിനിമയങ്ങൾ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 1-2 ആഴ്ച കൊണ്ട് പ്രഖ്യാപനത്തിലേക്ക് പോകാൻ ഉള്ള നീക്കം തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോഴുള്ളത്. അതിനാൽ ഈ പട്ടിക ചുരുക്കി ഇപ്പോൾ നേതൃത്വം തന്നെ നൽകേണ്ടി വരും. മറ്റൊരു കാര്യം, DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ നേരത്തെ തൃശൂർ ഒഴികെ മുഴുവൻ DCC അധ്യക്ഷന്മാരെയും മാറ്റുക എന്നിടത്തു നിന്നും അതൊരു 7-8 DCCകളിലേക്ക് മാത്രം മാറ്റം വരുത്തുക എന്ന നിലയിലേക്ക് ഏതാണ്ടൊക്കെ ധാരണയായിട്ടുണ്ട്. അപ്പോഴും ചില ജില്ലകളുടെ കാര്യത്തിൽ തർക്കം തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം ജില്ലകളുടെ കാര്യത്തിലാണ് ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് കടുംപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ അക്കാര്യത്തിലുള്ള തീരുമാനങ്ങളും നീണ്ടുപോകുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ വരാനിരിക്കുകയാണെങ്കിൽ പോലും ഇത്ര വലിയ ആളെ കുത്തി നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ജംബോ പട്ടികയോട് ഹൈക്കമാൻഡിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 24 ജനറൽ സെക്രട്ടറിമാർ ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്നും അത് 40 ആക്കി ഉയർത്തുന്ന രീതിയിലുള്ള പട്ടികയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. 3 വൈസ് പ്രസിഡന്റുമാർ എന്നത് 9 ആക്കി ഉയർത്തുക, അതുപോലെ തന്നെ DCC സെക്രട്ടറിമാരുടെ എണ്ണം 100-നടുത്തേക്ക് എത്തുക എന്ന നിലയിലൊക്കെയുള്ള ഒരു പട്ടികയായിരുന്നു തയ്യാറാക്കപ്പെട്ടത്. ഏതായാലും ആ പട്ടികയിൽ കുറവ് വരും. അപ്പോഴും നിലവിൽ ഉള്ളതിനേക്കാൾ എണ്ണം കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. പക്ഷെ ഇത്ര വലിയ ജംബോ പട്ടിക വേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട്. ജിൽസി, എന്തായാലും KPCC നേതൃത്വത്തിന് ഇനിയും പിടിപ്പത് പണിയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരെയും കുത്തിക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജംബോ പട്ടിക വേണ്ട എന്ന് തന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു.